Hi friends, cheese masala dosayanu ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ നല്ല മടിയാണെങ്കിൽ അവർക്ക് ഈ ദോശ ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് ചീസും ഇതേപോലെ സ്പ്രെഡ് ചെയ്തൊന്ന് കൊടുത്തു നോക്കൂ. ഫുഡ് കഴിക്കാൻ മടിക്കുന്ന കുട്ടികളെല്ലാം കഴിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ചാനലിൽ വരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പ്ലീസ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഈ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ക്യാപ്സിക്കം, ഉള്ളി, തക്കാളി, മല്ലിയില, പിന്നെ ചീസ് വേണം, പിന്നെ നെയ്യ് വേണം, പിന്നെ ഇതൊരു ചട്നിയാണ്. അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നു. പൊട്ടറ്റോ മസാല. അപ്പോൾ നമുക്ക് എൻ്റെ സാധാരണ ദോശമാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ ആ ചട്നി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലൊരു ജാർ എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പും ചേർത്തിട്ടുണ്ട്. 2 സവാള, വെളുത്തുള്ളി, തക്കാളിയും ചേർത്ത് നമ്മൾ ഇതേപോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതേപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ ചട്നി ഒന്ന് അതിൻ്റെ പച്ച ഒരു സ്മെല്ല് മാറുന്ന വരെ നന്നായിട്ട് ഒരു 5 മിനിറ്റ് അതിന് വേണ്ടി എടുക്കും. 5 മിനിറ്റിന് ശേഷം നമുക്ക് സ്റ്റവ് സ്വിച്ച് ഓഫ് ചെയ്യാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. അതിലുള്ള വെള്ളം എല്ലാം വറ്റിയതിന് ശേഷം നമ്മൾ സ്റ്റവ് സ്വിച്ച് ഓഫ് ചെയ്യണം. ഈ സമയത്ത് തന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ ചട്നിക്കകത്താണ് ആവശ്യത്തിന് എരിവ് കൂടി ചേർത്ത് കൊടുക്കുന്നത്. അല്ലാതെ ഇതിന് ദോശയ്ക്കകത്ത് വേറെ എരിവൊന്നും വരത്തില്ല. അതുകൊണ്ടാണ്. അടുത്തതായിട്ട് ആ പൊട്ടറ്റോ മസാല തയ്യാറാക്കുക. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. അതേപോലെ പാനിലിട്ട് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചി, ഉള്ളിയാണ് അരിഞ്ഞ് വെച്ചിട്ട് ഒരു ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ പൊട്ടറ്റോ ഒക്കെ ഞാനൊന്ന് നന്നായിട്ട് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇത് വഴണ്ടതിന് ശേഷം നമുക്ക് ഒരു ബ്രൗൺ കളറ് ആകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പൊട്ടറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പൊട്ടറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്യണം. ഇതൊരു 2-3 മിനിറ്റ് എടുക്കത്തുള്ളൂ ഒന്ന് ശരിയായി വരുന്നതിന്. ഇനി നമുക്ക് അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. എന്നിട്ട് സ്റ്റവ് സ്വിച്ച് ഓഫ് ചെയ്യാം. ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചട്നിയും ഈ മസാലയും ഉണ്ടെങ്കിൽ നമുക്ക് ദോശ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ചട്നിക്കും മസാല ഉണ്ടാക്കുന്നതിനുമാണ് നമുക്ക് കുറച്ച് ടൈം എടുക്കുന്നത്. അപ്പോൾ അത് ഫസ്റ്റിലേ അതൊന്ന് ചെയ്ത് വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ഇനി ഞാൻ ദോശ ചുട്ടു തുടങ്ങിയാണ്. നന്നായിട്ടങ്ങ് പരത്തിയെടുക്കണം. നമ്മൾ ഗീ റോസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി അടുത്തായിട്ട് ഞാൻ അതിലേക്ക് ഗീയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നെയ്യൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മൊരിഞ്ഞ് വരുന്ന ടൈമിൽ നമുക്ക് അതിലേക്ക് ആ ചട്നി ആഡ് ചെയ്ത് കൊടുക്കാം, അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ചട്നി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊട്ടറ്റോ മസാലയാണ്. അത് ഞാൻ കൈ കൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഓരോന്നും ഇതുപോലെ ഇട്ട് കൊടുക്കണം. അടുത്തത് ഉള്ളി, പിന്നെ തക്കാളി, പിന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ മല്ലിയില. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഗ്രേറ്റർ കൊണ്ട് ഞാൻ ആ ചീസ് കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ചീസ് നന്നായിട്ട് എല്ലാ ഭാഗങ്ങളിലും എത്തണം, എങ്കിലേ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം അടുത്ത് അതിനുള്ള ചീസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ വീടുകളിൽ എല്ലാവരും
ഇതേപോലെ ചീസൊക്കെ വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീടുകളിൽ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന ടൈമിലൊക്കെ പെട്ടെന്ന് ഈ ചട്നിയും മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇതേപോലെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ബൈ.